അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മലയാളികളുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മർദ്ദനം ഇന്നലെ നടന്നത്. 16 വയസ്സുകാരനെ ഇതുണ്ടോ ക്രൂരമായി ഇങ്ങനെ മർദ്ദിക്കുകയാണ് ഒരു സംഘം ആളുകൾ. അതിൽ പ്രധാന പ്രതിയെയാണ് ഇന്ന് പോലീസ് പൊക്കിയിട്ടുള്ളത്. അതായത് കൽപ്പറ്റ മെസ് ഹൗസ് റോഡിലുള്ള ഒരു പ്രധാന പ്രതി, അതായത് കാരക്കാടൻ വീട്ടിൽ മുഹമ്മദ് നാഫി, ഇതാണ് ആ പ്രതി. ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ 16 വയസ്സുകാരനെ കൽപ്പറ്റ മെസ് ഹൗസ് റോഡിൽ വെച്ചിട്ട് പല സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഫോണിൽ വിളിച്ചു വരുത്തി ഒരു സംഘം വിദ്യാർത്ഥികൾ കൽപ്പറ്റ മെസ് ഹൗസ് റോഡിലെ 16 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കുകയായിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യം ഇവരുടെ സുഹൃത്ത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ആനന്ദിച്ച് ഉല്ലസിക്കുകയും ചെയ്തു. ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് പിന്നീട് പുറത്തു വന്നത്. ഇതോടെയാണ് പോലീസ് കേസെടുത്തത്. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കൽപ്പറ്റ പോലീസ് മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. എന്നാൽ മർദ്ദനമേറ്റ കാര്യം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പോലീസ് വിളിച്ചപ്പോഴാണ് രക്ഷിതാക്കളും കാര്യം അറിഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൽപ്പറ്റ മെസ് ഹൗസ് റോഡ് കുറ്റിക്കുന്ന് കാരക്കാടൻ വീട്ടിൽ മുഹമ്മദ് നാഫിയെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടർ AU ജയപ്രകാശിൻ്റെ നിർദ്ദേശപ്രകാരം SI വിമൽ ചന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തത്. നാഫി മറ്റൊരു കുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോയും ഇന്നലെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം കുട്ടികൾ തമ്മിലുണ്ടായ തർക്കവും തുടർന്നുള്ള വൈരാഗ്യവുമാണ് അതിക്രൂരമായ മർദ്ദനത്തിലെത്തിയതെന്നാണ് വിവരമുള്ളത്. കൽപ്പറ്റയിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം വളർന്നു വരുന്നതായാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി സൂചനകളുള്ളത്. കൽപ്പറ്റ മൈലാടിപ്പാറ കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ ശല്യം, കൽപ്പറ്റയിലെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി മയക്കുമരുന്ന് വിൽപ്പന, കുട്ടികൾ തമ്മിലും പ്രായപൂർത്തിയായവർ തമ്മിലുമുള്ള ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് പല സ്ഥലത്തും നിരീക്ഷണ ക്യാമറകളൊക്കെ നേരത്തെ വെച്ചിരുന്നു. പിന്നീട് അത് എടുത്തു മാറ്റി. പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്.